അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന ശേഷവും ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായി. മാത്രമല്ല ഖത്തറിലൊക്കെ ഇന്നലെ രാത്രിയിലും അലർട്ട് ഉണ്ടായിരുന്നു. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആക്രമണങ്ങളുടെ ശ്രമം പ്രതിരോധ സേന തകർത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട്. ഈ അവസരത്തിൽ പി ജെയിംസ് തത്സമയം ചേർന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ശരിക്കും നമുക്ക് വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അറുതിയിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ വളരെ സന്തോഷം. ശരിക്കും ഈ ട്രംപിനും മറ്റു വഴിയില്ല, ഇറാനും മറ്റു വഴിയില്ല, ഇസ്രയേലിന് വഴിയുണ്ട്, അവർക്ക് ആക്രമിച്ചുകൊണ്ടേയിരിക്കാം. എന്താണ് വിവരങ്ങൾ? എസ്കേം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ ട്രംപിന് വേറെ വഴിയില്ല. ട്രംപിന്റെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ നിലനിൽപ്പ് പോലും ബാധിക്കുന്ന തരത്തിൽ ഇറാനിലും ഒരുപാട് നേതാക്കൾ കൊല്ലപ്പെട്ടു, സൈന്യാധിപന്മാർ കൊല്ലപ്പെട്ടു, 10-30,000 സ്ഥലം തകർക്കപ്പെട്ടു. ഇറാൻ മുടന്തി നിൽക്കുകയാണ്. എന്നാൽ ഇസ്രായേലിനും വലിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എസ്കേം. പക്ഷെ ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്തകൾ ഈ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അത് സൗദി അറേബ്യയ്ക്ക് നേരെ, UAE-ക്ക് നേരെ, ഖത്തറിന് നേരെ, ബഹ്റിന് നേരെ, കുവൈറ്റിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ട്രംപ് പറഞ്ഞെങ്കിലും ഇറാൻ അത് മുഖവിലക്കെടുക്കാൻ സമയമെടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായി. ആക്രമണങ്ങൾ നടന്നു. അത് സൗദിയിലുള്ള 7 മിസൈലുകൾ, ഡ്രോണുകൾ വന്നത് അവർ തകർത്ത് കളഞ്ഞു. അതുപോലെ UAE-യിലെ ഹാഷ്ബാൻ, അവിടുത്തെ പ്രകൃതി വാതക കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായി. കുവൈറ്റിൽ നൽകിയിരുന്നത് പുറത്തിറങ്ങരുത്, പ്രത്യേകിച്ച് കുവൈറ്റിലെ ഒരാളും രാവിലെ വരെ പുറത്തിറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് കുവൈറ്റിലെ ജനങ്ങളെ രക്ഷിക്കട്ടെ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ അവർ ഔദ്യോഗികമായിട്ടുള്ള ഇത് തന്നെ നടത്തിയത്. എന്നാൽ എസ്കൈൻ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രായേൽ തുറന്നു പറഞ്ഞിരിക്കുന്നു ഈ വെടിനിർത്തൽ ഇറാന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ലെബനനിൽ നടക്കുന്ന കരയുദ്ധത്തിലും ഇത് ബാധകമല്ല, ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. അമേരിക്കയുടെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ലെബനോണിന്റെ കാര്യത്തിൽ അംഗീകരിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രമല്ല എസ്കേൻ, ഇസ്രായേൽ ലെബനോനിൽ ഈ മണിക്കൂറുകളിൽ നടത്തിയ ആക്രമണത്തിൽ ലെബനീസ് സ്വദേശികളായ 8 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ നിർത്തി ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും യുദ്ധം ചെയ്യാൻ സ്ഥലം കിട്ടണം. നേരത്തെ ഗസയിലായിരുന്നു, ഇപ്പോൾ അത് ലെബനിലാണ്. അപ്പം ലെബനോണിലെ ഹെസ്ബുള്ളക്കെതിരെയും അതുപോലെ തന്നെ യമനിലെ ഹൂതികൾക്കെതിരെയുമുള്ള ആക്രമണം നിർത്തണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ വെടിനിർത്തൽ പൂർണ്ണമല്ല എന്ന് തന്നെയാണ്. കാരണം ഒരു ഫ്രജൈലാണ് എന്ന് വിചാരിച്ചിട്ട് 2 ആഴ്ചയിലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൽ നമ്മൾ ആശ്വാസം കൊള്ളാതെ വയ്യ. കാരണം നമ്മൾ ഇന്നലെ എല്ലാവരും രാത്രി ആശങ്കപ്പെട്ടു പോയതാണ്. എന്തു വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോയത്. എന്ന് മാത്രമല്ല ഇസ്രായേൽ ഒരു ആരോപണം കൂടി വെച്ചിരിക്കുന്നു. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന ശേഷവും ഇസ്രായേലിലേക്ക് ഇറാൻ 2 തവണ വലിയ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾ അയൺ ഡോമും അതുപോലെ തന്നെ മിസൈൽ വേദക സംവിധാനം വെച്ച് തകർത്ത് കളഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും പുണ്യനഗരമായ ജെറൂസലം, ജെറീക്കോ, ഹൈഫ, ടെലവീവിലൊക്കെ ആക്രമണം ഉണ്ടായി. ഇറാനിലേക്ക് ഇസ്രായേലും ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാവുന്നത്. അവിടുത്തെ പെട്രോ കെമിക്കൽ കോംപ്ലക്സിന് നേരെ ആക്രമണം നടന്നു. അപ്പോൾ വെടിനിർത്തൽ പൂർണ്ണമായി പ്രാബല്യത്തിലായോ എന്ന് ചോദിച്ചാൽ ഇനിയും സമയമെടുക്കും അത് പ്രാബല്യത്തിലായോ എന്ന് വരാനായിട്ട്. പക്ഷേ 2 കൂട്ടരും സമ്മതിച്ചു എന്ന വാർത്ത വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഇറാന്റെ പരമോന്നത നേതാവ് പരിക്കുപറ്റി ചികിത്സയിലായ മുജ്തബ ഖൊമാനായി അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നു. ട്രംപ് അംഗീകാരം നൽകിയെന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ ഈ യുദ്ധവും സമാധാനവും എന്ന അവസ്ഥയിലാണ്. പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പറഞ്ഞതിന് ശേഷമാണ് താങ്കൾ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതെന്ന് ട്രംപും പറയുന്നു. പാകിസ്ഥാന് നമ്മുടെ ശത്രു രാജ്യമാണെങ്കിലും പാകിസ്ഥാന് ഒരുപാട് കാലത്തിന് ശേഷം ഒരു നിർണായകമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് വിക്ടറി എന്ന് പറയില്ല, അവർ ലോക ശ്രദ്ധയിൽ പാകിസ്ഥാൻ വന്നിരിക്കുന്നു. ചൈനയുടെ ഇടപെടലുണ്ട് എസ്കേൻ, അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ചൈനയാണ് ഇറാന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയത്. ഇറാന് പാകിസ്ഥാൻ ഇഷ്ടമല്ല. ഇസ്രായേൽ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിലേക്ക് പോകുമോ എന്ന് പോലും അറിയില്ല. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കുമെന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ളൊരു ചർച്ചയ്ക്ക് ഇസ്രായേൽ ഇസ്ലാമാബാദിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകാനുള്ള സാധ്യത കുറവാണ് എസ്കേൻ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.